ഏകദേശം 12,000-ഓളം വീടുകളാണ് ഗുജറാത്തിൽ ഇതുപോലെ പൊളിച്ചു കളഞ്ഞത്. അതും 3,000-ഓളം വരുന്ന പോലീസുകാരുടെ സഹായത്തോടെ. പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമ്മൾ വൈകാരികപരമായിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തിനാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തത വരും. അഹമ്മദാബാദിലെ ചണ്ടോള നദീതീരത്താണ് സംഭവം. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ പൊളിച്ചു കളയുന്ന വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ ഭൂമി കൈയേറി അനധികൃതമായി നിർമ്മിച്ചവയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവിടെ താമസിച്ചു പോകുന്നവരിൽ കൂടുതലും ബംഗ്ലാദേശികളായിരുന്നു. അതും കയ്യിലൊരു ഡോക്യുമെന്റ് പോലും ഇല്ലാതെ. 2 ഘട്ടമായാണ് ഈ ഒരു ഡെമോളിഷൻ നടത്തിയത്. ആദ്യഘട്ടത്തിൽ വീടുകൾ ഉൾപ്പെടെ 4,000-ഓളം കെട്ടിടങ്ങളാണ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റിയത്. രണ്ടാം ഘട്ടത്തിൽ 2.5 ലക്ഷം സ്ക്വയർ മീറ്റർ ഏരിയ ലക്ഷ്യം വെച്ചുകൊണ്ട് 8,000-ഓളം കെട്ടിടങ്ങൾ നീക്കം ചെയ്തു. 3,000-ന് മുകളിൽ പോലീസുകാരുടെ സഹായത്തോടെയാണ് ഇത് പൂർത്തീകരിച്ചത്. 80-ഓളം ബുൾഡോസറുകളും 60-ഓളം ഡംപർ ട്രക്ക് ഉപയോഗിച്ച് നടത്തിയ ഈ ഒരു പ്രക്രിയ അഹമ്മദാബാദ് കണ്ട വലിയൊരു ഡെമോളിഷൻ ആയിരുന്നു. ഇനി ഇവരൊക്കെ എങ്ങോട്ട് പോകും എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ടല്ലേ. അതിന് AMC നൽകിയ ഉത്തരവെന്ന് പറഞ്ഞാൽ 2010-ന് മുന്നേ ഇവിടെ താമസിച്ചിട്ടുള്ള ആളുകൾ രേഖകൾ സമർപ്പിച്ചാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഹൗസിങ്ങിന് അവർ അർഹരാണ് എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിലും പല കുടുംബങ്ങൾക്കും ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം.